നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നാളെ ലൂസേഴ്സ് ഫൈനലുണ്ട്. അത് പക്ഷേ വലിയൊരു ആവേശം ഉണ്ടാവില്ല. ഗോൾഡൻ ബൂട്ടിന് എംബാപ്പയുടെ വക ഇനി എത്ര ഗോളുകളുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അധികം മെസ്സിക്ക് കൊടുക്കുന്നുള്ളത് മാത്രമാണ് അതിൽ നമുക്കൊരു താല്പര്യമുള്ളതുള്ളൂ. എന്തായാലും നമ്മൾ അർജൻറ്റീനയുടെ ഈ കുതിപ്പ്, അതുപോലെ സ്പെയിനിൻ്റെ ഫൈനലിലേക്കുള്ള വരവ്, ഇതിൻ്റെ പുറകിൽ രണ്ട് തന്ത്രജ്ഞന്മാരുണ്ട്. അവരെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ കൂടെ ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. താങ്ക് യു. ഇപ്പം സ്കലൂനി വരുന്നതിന് മുമ്പുള്ള ഒരു അർജൻറ്റീന 2018 വേൾഡ് കപ്പിൽ ആകെ തകർന്ന് തരിപ്പണമായ ഒരു അർജൻറ്റീനയാണ്. ഗോൾ കീപ്പർ സെർജിയോ റൊമേറോക്ക് വേൾഡ് കപ്പിൻ്റെ തൊട്ട് മുമ്പ് പരിക്ക് പറ്റുന്നു. പിന്നെ വില്ലി കബയേറോയും മറ്റുമൊക്കെയാണ് അവർക്ക് വേണ്ടി ഗോൾ കീപ്പർമാരായിട്ട് നിൽക്കുന്നത്. വലിയ ഡിസാസ്റ്റർ ആയിരുന്നു അത്. ടീമിൽ തന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മെസ്സി അടങ്ങുന്ന സീനിയർ പ്ലെയേഴ്സ് സാമ്പോളിക്കെതിരെ നിലപാടെടുത്തു എന്നാണ് പിന്നെ പുറത്തേക്ക് വന്നത്. ഒരു കളിയിൽ മെസ്സിയോട് ചോദിക്കുകയാണ് സാമ്പോളി, ഞാൻ കുഞ്ഞിനെ ഇറക്കട്ടെ, അതായത് അഗ്യൂറോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കട്ടെ. അതായത് ഒരു താരത്തോട് സമ്മതം ചോദിച്ചിട്ട് കളിക്കാരെ ഇറക്കേണ്ട അവസ്ഥയിലേക്ക് കോച്ച് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ആകെ പാളയത്തിൽ പടാം. അത് കഴിഞ്ഞിട്ട് സാമ്പോളി പുറത്തു പോകുന്നു. നമ്മുടെ സ്കലൂനി കോച്ചായിട്ട് വരുന്നു. ആദ്യം ഇൻട്രീം കോച്ചായിട്ടാണ് വന്നത്. പിന്നെ അദ്ദേഹത്തെ സ്ഥിരമാക്കുന്നു. 2018 നമ്മളിന്ന് നിൽക്കുന്നത് 2026 2030 അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നും പറയുന്നു. ഇതൊരു വല്ലാത്ത ഒരു മാജിക് അല്ലേ ഇപ്പോൾ സ്കലോനി ചെയ്തിരിക്കുന്നത്? സ്കലോനിയെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ ഇപ്പോൾ പറയുക, കാരണം വെച്ചെങ്കിൽ നമ്മൾ മാനേജീരിയൽ സക്സസ് സ്റ്റോറികളിൽ ശരിക്കും ഒരു കേസ് സ്റ്റഡി ആക്കാവുന്ന ഒരു കഥയാണ് സ്കലോനിയുടെ എന്ന് പറയാം. കാരണം 1993 കോപ്പ അമേരിക്ക നേടിയ ശേഷം ഒരു നീണ്ട 28 വർഷത്തിന് ശേഷമാണ് 2021 ഒരു കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് നേടുന്നത്. അപ്പോൾ നീണ്ട കാലഘട്ടത്തിനിടക്ക് ഇപ്പോൾ അർജന്റീന എന്ന് പറയുന്ന ഒരു ടീമിനുണ്ടായിരുന്നു, ലെഗസി ഉണ്ടായിരുന്നു അതിനിടക്ക്. പക്ഷെ ഒന്നും ഇതുപോലുള്ള മേജർ ടൂർണമെൻറ്റുകളിലൊക്കെ എപ്പോഴൊരു ഫ്ലോപ്പ് ആവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 2014 നോക്കുകയാണെങ്കിൽ 2014 2018 ഇടക്ക് തന്നെ ശരിക്കും 4 കോച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സെബല്ലായിരുന്നു 2014 ഉണ്ടായിരുന്നത്. അതിനുശേഷം ജെറാഡോ മാർട്ടിനോ വന്നിരുന്നു, ബോസ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് സാമ്പോളി 2018 വരുന്നത്. ഉണ്ടായിരുന്ന ഒരു ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആയിരുന്നു ആ പ്രീ ക്വാർട്ടർ ഫൈനൽ. അതിനെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്കറിയാം. ഐസ്ലാൻഡിൻ്റെ ഒരു സമനില, പിന്നെ ക്രൊയേഷ്യനായിട്ട് 3-0 പരാജയം, പിന്നെ എന്താ പറയാ, പിന്നെ നമ്മൾ ഒരു നൈജീരിയൻ ആയിട്ടുള്ള സ്ട്രഗ്ലിംഗ് വിന്ന ഉണ്ടായിരുന്നത്. പ്രീ ക്വാർട്ടറിൽ വന്നപ്പോൾ ഫ്രാൻസിനായിട്ട് തോറ്റു, ഫ്രാൻസ് അങ്ങ് ചാമ്പ്യന്മാരാവുകയും ചെയ്തു. അതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ രണ്ടാമത്തെ കളി അർജന്റീന തോറ്റല്ലോ. അപ്പം കേരളത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്ത കാര്യം സാറിന് അന്ന് വാർത്തകൾ ഓർമ്മയുണ്ട? അർജന്റീന ഫാൻ. ആ ടീമിന്റെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ അത്രമാത്രം ഒരു എക്സ്പെക്ട് ചെയ്ത, നമ്മൾ പ്രതീക്ഷ വെക്കുന്ന ഒരുപാട് ഡ്രീം, എസ്പെഷ്യലി നമ്മൾ മെസ്സി പോലുള്ള ടാലൻ്റ് ഒക്കെ പലപ്പോഴും മെസ്സിയിലൊക്കെ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണിത്. മെസ്സിയെ ചുറ്റിപ്പറ്റിയെന്ന് അന്നൊക്കെ ടീം ഉണ്ടായിരുന്നത്. ഒരു മെസ്സി ഡിപ്പെൻഡൻസ് ആക്ച്വലി നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ടീമിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായിരുന്നു. മെസ്സി എന്ന് പറഞ്ഞാൽ പീക്കിലിരിക്കുന്ന ടൈമാണ്. 14 പിന്നെ 18 വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. 31 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം വളരെ ഡിസാസ്റ്റർ ആയിട്ടുള്ള എക്സിസ്റ്റിലാണ് ശരിക്കും നമ്മൾ സ്കലോണി ഒരു നമ്മുടെ സാമ്പോലിയുടെ ഒരു അസിസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അവരാണ് പിന്നെ എന്തോ ഇന്ററിം ആയിട്ട് ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ അവർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവരൊരിക്കലും ഇങ്ങനെയുള്ള ഒരു നീണ്ട ഒരു 8 വർഷക്കാലം പിന്നെ ഇങ്ങനെയുള്ള ഒരു വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അർജന്റീന ടീമിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ചുക്കാൻ വഹിക്കുന്ന ആളായിരുന്നു ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം സംഭവം 1-2 കാര്യങ്ങൾ. ഈ ഒരു കോട്ടിഫ് കപ്പ് എന്ന് പറഞ്ഞൊരു കപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് സ്പെയിനിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. അതിൽ പോയ ഇന്ത്യൻ ടീം അന്ന് സ്കലോനി പരിശീലിപ്പിച്ചിറക്കിയ അർജന്റീന ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 2018 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് പിന്നാലെ. അപ്പോൾ സ്കലോനി അന്ന് ഈ അസിസ്റ്റൻ്റ് കോച്ചാണ്. അതിനപ്പുറത്തേക്ക് ഒരു മേജർ ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല. സ്കലോനിയും ഐമറും കൂടി അർജന്റീന ടീമിനെ ഏറ്റെടുക്കുന്ന സമയത്ത് വന്ന വാർത്തകളിലൊക്കെ ഐമർ അർജന്റീന കോച്ചാവുന്നു എന്നാണ്. കാരണം സ്കലോനി അർജന്റീന ടീം കളിച്ചിട്ടുള്ള ആളാണെങ്കിലും ഫേമസ് ആയിട്ടുള്ളത് ഐമർ ആയതുകൊണ്ട് വാർത്താ ഹെഡ്ലൈനുകളൊക്കെ ഐമർ അർജന്റീന കോച്ചാവുന്നു എന്നാണ്. സ്കലോനി പിന്നെ പറയുന്നുണ്ട് ഈ സ്ഥാനം ഏറ്റെടുത്തിട്ട് കോച്ചായിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ട് മെസ്സിയെ വിളിച്ച കാര്യം. മെസ്സിയെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ അർജന്റീന ടീമിനെ തൽക്കാലത്തേക്ക് പരിശീലകരായി സ്ഥാനം ഏറ്റെടുക്കാൻ പോവാണ്, നിങ്ങൾ ടീമിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മത്സരങ്ങൾക്കൊന്നും മെസ്സി വന്നിട്ടില്ല. മെസ്സി പിന്നെ 2019 കോപ്പ അമേരിക്കയോട് അനുബന്ധിച്ച് മാത്രമേ വരുന്നത്. 2018 ചില ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പം മെസ്സിയുടെ ഒരു മറുപടി ഉണ്ട്, നിങ്ങൾക്ക് വട്ടാണോ എന്നാ ചോദിച്ചതെന്നാണ്.
ആർ യു ഗൈസ് ക്രേസി എന്നാണ് മെസ്സി ചോദിച്ചത്. അതായത് ഈ കോച്ചിങ് സ്ഥാനം ഏറ്റെടുക്കാൻ, അത്ര വലിയ പ്രഷറുള്ളൊരു സ്ഥാനം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് വട്ടാണോ എന്ന് അന്ന് മെസ്സി ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ അതന്നെയാണ് ഇപ്പോൾ മെസ്സി, അതായത് ഇപ്പോൾ സ്കലോനിയുടെ ഒരു പ്രത്യേകത വെച്ചെങ്കിൽ ഒരു പുതിയ ജനറേഷൻ, ഇപ്പോൾ ലോട്ടാരോ മാർട്ടിനസ്, അതേപോലെ മാക്കലിസ്റ്റർ, ഡിപോള്, ഇങ്ങനെയുള്ള എൻസോ ഫെർണാണ്ടസ്, ഇങ്ങനെയുള്ള ഹാൽവരസ് പോലെയുള്ള ഒരു പുതിയ തലമുറയെ കൊണ്ടുവന്ന് ആക്ച്വലി എന്താ പറയുക ടീം, അതേസമയം എന്ന് പറയുന്നത് മെസ്സിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അതേസമയം മെസ്സിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ ടീമിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് നമുക്കറിയാം. വളരെ മുറയിൽ ആത്മവീര്യം തകർന്ന് കോൺഫിഡൻസ് 2014 വേൾഡ് കപ്പ് തോറ്റു, 2015 കോപ്പ അമേരിക്ക, 2016 സെന്റിനറി കോപ്പ അമേരിക്ക. മെസ്സി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കോപ്പ അമേരിക്കയാണ് സെന്റിനറി, 100ാം വാർഷികമാണ് കോപ്പ അമേരിക്കൻ്റെ. അപ്പോൾ അത് നേടണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ് റിട്ടയർ ചെയ്യുക. തുടർച്ചയായിട്ടുള്ള 3 പരാജയമാണ്. പിന്നെ തുടർന്ന് 2018 ആ ഒരു ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റ് എലിമിനേഷൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ആക്ച്വലി നിൽക്കുന്നത്. അപ്പോൾ മെസ്സിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മെസ്സിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. മെസ്സിക്ക് എന്ന് പറയുന്ന ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു നിയന്ത്രണ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണം വഹിക്കാവുന്ന ഒരു പൊസിഷൻ. അതേസമയം മറ്റുള്ള പ്ലെയേഴ്സിനൊക്കെ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റോള് കൊടുത്തിട്ട്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കലോനിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് നമ്മളിപ്പോൾ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ആ ടീമിന് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം തോൽവിയിൽ നിന്ന് തിരിച്ചു വന്നുള്ള ആ ഒരു റെസിലിയൻസ് ഉണ്ടല്ലോ, വിന്നിങ് മെൻറ്റാലിറ്റി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ആ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ടീമിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. തോറ്റ് കഴിഞ്ഞു, നമ്മളിപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ 2022 വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ സൗദി അറേബ്യയായിട്ട് ഫസ്റ്റ് കളിയിൽ തോറ്റു. ആ തോറ്റിന് ശേഷം എന്ന് പറയുന്നത് പിന്നെ അടുത്ത കളിയിലേക്കൊക്കെ ശേഷം എന്ന് പറയുന്നത് ഈ താരങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർമേഷൻ ഒരേ ഫോർമേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പുതിയ പല പല ഫോർമേഷനിലേക്ക് മാറി ആ ഒരു ടാക്ടിക്കലായിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ടീമിലേക്ക് കൊണ്ട് ഒരു വിന്നിങ് എന്താ പറയുക കൾച്ചർ ടീമിൽ കൊണ്ടുവന്ന സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റൻസി. നമുക്ക് മുമ്പ് നമ്മൾ അർജന്റീന എന്ന് പറയുന്നത് എപ്പോഴും ഒരു അസ്ഥിരതയുടെ പര്യായമായിരുന്നു. ഇപ്പൊ 2018 വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തത് പോലും എങ്ങനെയാ, അവസാനത്തെ ഒരു അവസാനത്തെ ദിവസം എക്വഡറിനായിട്ടുള്ള ഒരു 3-0 അതിൽ മെസ്സിയുടെ ഒരു ഹാട്രിക്. അതിലൂടെയാണ് ആക്ച്വലി എന്താ പറയുക നമ്മൾ അർജന്റീന വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യോ. അതായത് ഇപ്പോഴെങ്ങനെയാണ് ബ്രസീൽ ഈ വേൾഡ് കപ്പിന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഏകദേശം അതേ ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ബ്രസീലിനെ കുറിച്ചൊക്കെ നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് അൺഇമാജിനബിൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അർജന്റീന ആ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു 2018 അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, അതിനുശേഷം നേടിയ നേട്ടങ്ങൾ നോക്കുക. നമ്മൾ 2021 കോപ്പ അമേരിക്ക, 2022 വേൾഡ് കപ്പ് ഫൈനലിസിമ, വേൾഡ് കപ്പ്, അതേപോലെ 2024 കോപ്പ അമേരിക്ക, ബാക്ക് ടു ബാക്ക് കോപ്പ അമേരിക്കയാണ്, 2026 വേൾഡ് കപ്പ് ഫൈനലിൽ. ഇതിൽ അദ്ദേഹത്തെ 2018 വേൾഡ് കപ്പ് കഴിയുന്നു. ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് അദ്ദേഹത്തെ കോച്ചായിട്ട് വെക്കുന്നത്. പിന്നെയുള്ള അന്താരാഷ്ട്ര ഫ്രണ്ട്ലി മത്സരങ്ങൾ വരുന്നു. അത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ ഒരു 6 മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ ഇൻട്രീം കോച്ചാക്കി വെച്ചതാണ്. അത് കഴിഞ്ഞ് 2019 പുതിയ കോച്ച് വരും, അർജന്റീനയുടെ പുതിയ കോച്ച് വരുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതാണ് AFAയുടെ പ്ലാനും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇൻട്രീം കോച്ചായിട്ട് വർക്ക് ചെയ്ത 5-6 മത്സരങ്ങളിൽ നല്ല രൂപത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയതോടുകൂടി ശരി 2019 കോപ്പ അമേരിക്ക ജൂൺ ജൂലൈ മാസത്തിൽ ബ്രസീലിൽ നടക്കുന്നു, അതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആ കോപ്പ അമേരിക്കയിൽ ടീം സെമി ഫൈനലിൽ എത്തുകയാണ്. സെമിയിൽ ബ്രസീലിനോട് വിവാദമായിട്ടുള്ള ചില റഫറിയും തീരുമാനങ്ങളൊക്കെ വന്ന മത്സരത്തിലാണ് ടീം പുറത്താവുന്നത്. അതോടുകൂടി പിന്നെ അടുത്ത വേൾഡ് കപ്പ് വരെ 2022 വേൾഡ് കപ്പ് വരെ അവസരം കൊടുക്കുകയാണ്. എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് 2019 കോപ്പ അമേരിക്ക കഴിഞ്ഞിട്ട് 2021 കോപ്പ അമേരിക്ക വരുന്നുണ്ട്. ശരിക്കും 2020 തന്നെ നടക്കേണ്ട കോപ്പ അമേരിക്കയാണ്. അപ്പം പക്ഷേ കോവിഡൊക്കെ ഉണ്ടായിരുന്നു, 2021 മാറ്റി. ആ 2021 കോപ്പ അമേരിക്കയിലും ബ്രസീലിൽ പോയിട്ട് കിരീടം ചൂടിയിട്ടാണ് ഈ ഡ്രൗട്ട്, അതായത് ട്രോഫി ഡ്രൗട്ട് അവസാനിപ്പിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഫൈനലിസിമ നേടുന്നു, വേൾഡ് കപ്പ് നേടുന്നു, പിന്നെ സംശയങ്ങളില്ല ഇനി വേറെ ആരും കൂടെ. നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ നമ്മൾ ആ ഒരു എവല്യൂഷൻ ഡെവലപ്മെന്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2018 പറഞ്ഞു അവസാന ദിവസം അവസാന നിമിഷം ക്വാളിഫൈ ചെയ്യുന്നു. 2022 വന്നപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു. വളരെ ഡെവലപ്മെന്റ് അവിടെ വന്നുള്ള ഇവോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് പറയുന്നത്. 2020 ഈ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോ 9 പോയിന്റ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന 9 ആദ്യം സൗത്ത് അമേരിക്കയിൽ ക്വാളിഫൈ ചെയ്തത് അർജന്റീന. അത് മാത്രമല്ല
ഇപ്പോൾ ഡബിൾ ശരിക്കും നമ്മളിപ്പോൾ ബ്രസീലിനെ ഹോം ആൻഡ് അവേ രണ്ടോടത്തും തോൽപ്പിച്ചു വേൾഡ് കപ്പിൽ. സാധാരണ അങ്ങനെ ക്വാളിഫയറിൽ സംഭവിക്കാറില്ല. അപ്പോൾ വളരെ അസാധാരണമായ രീതിയിൽ എന്താ പറയാ റിസൾട്ടുകൾ ഒരു ചാമ്പ്യൻ ടീമിന്റെ ആ ഒരു ഇതിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഈ കോച്ചിന്റെ ഒരു പ്രത്യേകത. അതാണ് ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഇപ്പൊ ദശാം 2012 കോച്ചായിട്ട് നീണ്ടകാലം ഫ്രാൻസിനെ പരിശീലിപ്പിച്ചു എന്ന് പറയുമ്പോൾ ദശാമിന് പുറകിൽ അദ്ദേഹം അതിനു മുമ്പ് ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ പ്ലേയിങ് കരിയർ ഉണ്ട്. വേൾഡ് കപ്പ് നേടിയിട്ടുള്ള കോച്ച് പ്ലെയറൊക്കെയാണ്. 98 വേൾഡ് കപ്പ് നേടിയ ടീമിലെ പ്ലെയറൊക്കെയാണ്. അങ്ങനെയല്ല സ്കലോനി എന്നുള്ളതാണ്. അർജന്റീന ടീമിലുണ്ടായിരുന്നു, അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്ന ഒരു കളിക്കാരനൊന്നുമല്ല. അതിനു മുമ്പ് എവിടെയും പരിശീലിപ്പിച്ചിട്ടുമില്ല. നേരെ അർജന്റീന ടീമിൻ്റെ കോച്ചായിട്ടാണ് ഒരു സീനിയർ തലത്തിൽ അദ്ദേഹം പരിശീലനം, ജൂനിയർ തലത്തിൽ അദ്ദേഹം പരിശീലനം ഉണ്ട്, അതല്ല പറയുന്നത്. സീനിയർ ലെവലിൽ അദ്ദേഹം നേരെ അർജന്റീന ടീമിനെ കോച്ചാക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇതൊക്കെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പരിശീലിപ്പിച്ച ഒരൊറ്റ ടൂർണമെൻറ്റിലും സെമി ഫൈനലിലെങ്കിലും എത്താതെ ടീം പുറത്തായിട്ടില്ല. ആകെ പുറത്തായത് 2019 സെമി ഫൈനലിൽ പുറത്തായിരുന്നു. ബാക്കിയെല്ലാം കപ്പ് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഞായറാഴ്ച കാണാം. ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ അനുഭവങ്ങളിൽ നിന്നുള്ള പഠിക്കുക, അല്ലെങ്കിൽ പരാജയങ്ങളിൽ നിന്നുള്ള പഠനം എന്നുള്ളതാണ്. ഇപ്പോൾ 2018 ഒരു ഡിസാസ്റ്റർസ് ആയിട്ടുള്ള അർജന്റീനയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നേരിൽ അടുത്ത് കണ്ട ആളാണ് സ്കലോനി. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അത് തന്നെ ആക്ച്വലി ആ ഒരു ചാർജ് ഏറ്റെടുത്തപ്പോൾ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യണം എന്നതിനെ കുറിച്ച്. തുടക്കത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി ഇല്ലാത്ത ആളാണ്. അതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ അത് ആക്ച്വലി എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വലുതാണ്. ഇതിലിപ്പം കോച്ച് ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അതായത് ദേശീയ ടീമിനൊപ്പം കളിച്ചവരും മറ്റുമൊക്കെ ആയിട്ടുള്ള കുറേ ആളുകളാണ്. അത് പാബ്ലോ ഐമർ, റോബർട്ടോ അയാള, ഇവിടെ ക്യാപ്റ്റനായിട്ടുള്ള ലയണൽ മെസ്സി തന്നെ അദ്ദേഹത്തിൻ്റെ സഹതാരമാണ്. മെസ്സി വേൾഡ് കപ്പിൽ ആദ്യ ഗോള് നേടുന്ന സമയത്ത് സ്കലോനി സ്കോഡിലുണ്ട്. അദ്ദേഹം ഒന്ന് ബെഞ്ചിലിരിക്കുകയാണ് വേൾഡ് കപ്പിൽ ആദ്യ ഗോള് പിറക്കുമ്പോൾ, മെസ്സിയുടെ ഗോള് പിറക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സഹതാരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു പ്രധാന കാരണം ഒന്ന് ഈ മാനേജ്മെൻറ്റ്, രണ്ട് ഈ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, സറൗണ്ടിങ്സിലൊക്കെ തൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, താരങ്ങളോടൊക്കെ അങ്ങനെയുള്ള ഒരു ഫാമിലി പോലുള്ളൊരു ബന്ധം, ഇത് ക്രിയേറ്റ് ചെയ്തതല്ലേ സത്യത്തിൽ അർജന്റീനയുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു റാപ്പോ, ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ടീം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൺ ആൻഡ് ഓഫ് ഫീൽഡ്. ഇപ്പോൾ ഗ്രൗണ്ടിൽ മാത്രം എന്ന് പറയുന്നത് കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പെർഫോം ചെയ്തുകൊണ്ടോ കാര്യമില്ല. അത് പിന്നെ അവർ പോകുന്ന ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. പിന്നെ അവിടെ കാണുന്ന അവരുമായി ബന്ധപ്പെട്ട അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും സ്കലോനിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ് ഹി വാസ് ലക്കി ടു ഹാവ് സച്ച് എ ടീം. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ടീമിന്റെ കൂടെ ശരിക്കും നമ്മളൊരു ഫാമിലിയെ പോലെ വളരെ റാപ്പോ അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയും തീർച്ചയായിട്ടും അർജന്റീനയുടെ പെർഫോമൻസിൽ മുന്നോട്ടുള്ള പോക്കിലൊക്കെ വളരെ നിർണായകമായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു നല്ലൊരു ഫാമിലി പോലെ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഡി പോളിനെ പുറത്തിരുത്തിയപ്പോൾ എന്ത് ഫീലിംഗ് ഉണ്ടായത്? വളരെ വേദനയോടുകൂടി എടുത്ത തീരുമാനമാണ് ഡി പോളിനെ പുറത്തിരുത്താൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് അർജന്റീനയുടെ സക്സസിൻ്റെ നിദാനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഡി പോള് എനിക്ക് അദ്ദേഹത്തോട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അദ്ദേഹം കളിക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ കളിയുടെ കാലത്ത് കളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നേരത്തെ ടീമിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. പക്ഷേ ടീമിന് ആവശ്യമുള്ളപ്പോൾ താരത്തെ മാറ്റി എന്ന് മാത്രമല്ല, താരങ്ങൾ കൺവിൻസ്ഡ് ആണ്, അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നെ കാര്യത്തിന് മാറ്റിയതാണ്, വേറെ കലാപമല്ല. ഇവിടെ ചില ആൾക്കാരെ ഫസ്റ്റിൽ വന്ന് മാറ്റിയ കലാപമാണ്. അങ്ങനെ കലാപമില്ല. ഓട്ടോമെൻറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരാൻ തയ്യാറാവുന്നു. 39 വയസ്സിലേക്കൊക്കെ ഓട്ടോമെൻറ്റി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ സ്കലോനി പറയുന്നത്, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഡി മരിയെ പല കളികളിലും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറക്കിയത്, പക്ഷേ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്യിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ടീമാണ് ഫസ്റ്റ്, ബാക്കി ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ടീമാണ് ഫസ്റ്റ്. അപ്പോൾ ആ കളിക്ക് എന്ത് വേണം അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കളിക്കാരും അത് മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ് ഈ ഒരു സക്സസ് എടുക്കുന്നത്. കോച്ചിനെ അയാളുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക, അത് താരങ്ങൾ എന്നെ അനുവദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും അങ്ങനെ അവരെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ പോർച്ചുഗൽ ടീമിലെ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു പാഠമില്ലേ? ഷുവർ. അതാണ് സ്കലോനിയുടെ ഏറ്റവും ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് തന്നെ. നമ്മൾ ടീം ഫസ്റ്റ്, പ്ലേയേഴ്സ് സെക്കൻഡറി, നെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു
ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, സ്കെലിനുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സിബിളാണ് ആള് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കളിയിലാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ പെട്ടെന്ന് നമ്മൾ ടാക്റ്റിക്കലായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് വരുത്താനും കൂടി കളി പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് തിരിച്ചു വരെ നമ്മൾ കാണുന്നത് റെസീലിയൻസ് നമ്മൾ കണ്ടില്ല. പല തോറ്റു എന്ന് ഉറപ്പിക്കുന്ന മത്സരത്തിൽ പോലും നമ്മൾ തിരിച്ചു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഗെയിം പ്ലാനും ആ ഒരു ഡിസിപ്ലിനിൽ ഒരു പക്ഷേ ആ ടാക്ടിക്കൽ ചേഞ്ചസ് ആണ്, മാറ്റത്തിലാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പോർച്ചുഗലിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഒരു എലൈറ്റ് പ്ലേയേഴ്സിൻ്റെ ഒരു കൂട്ടാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു റോബർട്ടോ മാർട്ടിനസ് ഇക്കാര്യത്തിൽ എന്ന് പറയുന്നത് അത് ഒരു ബ്ലെൻഡ് ചെയ്യുന്നതിലുള്ള ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്നതിൽ നമ്മൾ കളിയിലുടനീളം പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ന് പറയുന്നത് നമുക്കൊരു യൂണിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഒരു യൂണിറ്റി നമുക്ക് കണ്ടിട്ടില്ല. അതേപോലെ നമ്മൾ കളി ജയിക്കുമ്പോൾ പോലും നമ്മൾ ഒരു പാഷൻ, നമ്മളിപ്പോൾ അർജന്റീന ജയിക്കുമ്പോൾ നമുക്ക് കാണാം വ്യക്തമായിട്ട് വളരെ എക്സ്പ്രസീവാണ്. അവർ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരു ആകാശം പോലെ ഒരുമിച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് പരസ്പരം അവർ അതിനെ എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന എത്രമാത്രം ഒരു കോപ്പറേറ്റീവാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു റാപ്പോ നമ്മൾ പോർച്ചുഗൽ ടീമിന് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് പറഞ്ഞപ്പോഴാണ് സ്കലോനി എല്ലാറ്റിനും കരയാണ്. അതായത് ടീം ജയിച്ചാൽ കരയുന്നു, മെസ്സി ഗോൾ അടിച്ചാൽ കരയുന്നു, ഇങ്ങനെ കരഞ്ഞ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു നിക് നെയിം ഇട്ട് വിളിക്കുന്നുണ്ട്. അതായത് ഒരു മെക്സിക്കോ നാടോടി കഥയിലുള്ളൊരു കഥാപാത്രമാണ്. കരയുന്ന സ്ത്രീ എന്നുള്ള ഉള്ളൊരു വാക്കാണ് അതിൻ്റെ ലാരാൻ, അങ്ങനത്തെ വാക്ക്, ഞാൻ അതിൻ്റെ സ്പാനിഷ് വാക്ക് മറന്നു. എന്തായാലും അതാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവർ വിളിക്കുന്നത്. താരങ്ങൾ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയും എനിക്കതിന് പ്രശ്നമൊന്നുമില്ല, അവർ വിളിക്കുമ്പോൾ ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കോച്ചിന് ഇങ്ങോട്ടും താരങ്ങൾക്ക് അങ്ങോട്ടും എന്തും പറയാവുന്ന എന്നാൽ ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് നിലനിർത്താവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, അതാണ് സ്കലോനി ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നിന്ന് മെസ്സി സെക്കൻഡ് ക്രോസ് കൊടുത്ത് ലാറ്റാറ്റോ മാർട്ടിനസ് ഹെഡ് ചെയ്തിട്ടുള്ള സെക്കൻഡ് അർജന്റീന വിന്നിംഗ് ഗോൾ വന്ന ആ സമയത്ത് സ്കലോനിയുടെ ഒരു എക്സ്പ്രഷന് കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള, ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത, ഇത് ഗോളാണോ തൻ്റെ ടീമുക്ക് ഗോൾ വന്നാണോ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആയിരിക്കും സ്കലോനി എന്ന് പറയുന്നത് ആ ഇമോഷണലി എക്സ്പ്രഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതെ, അത് ഈ പത്രക്കാരൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എപ്പോഴും കരഞ്ഞിട്ടോ അല്ലെങ്കിൽ വാക്കുകൾ വിക്കിക്കാണ് അദ്ദേഹം സംസാരിക്കുക. അതേസമയം വേറൊരു ക്വാളിറ്റി കണ്ടിട്ടുള്ളത് തൻ്റെ താരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് എപ്പോഴും തയ്യാറാണ്. ഒരിക്കലും മാധ്യമങ്ങൾ മുന്നിൽ വന്നിട്ട് താരങ്ങളെ കുറ്റപ്പെടുത്തി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ തോമസ് ടൂഷലൊക്കെ കഴിഞ്ഞ കളിക്കല്ല അതിൻ്റെ മുമ്പത്തെ കളിയിൽ ഇപ്പോൾ നോർവേക്കെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ടീമിലെ താരങ്ങളുടെ പെർഫോമൻസ് നിശിതമായിട്ട് വിമർശിക്കുന്ന കണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബെല്ലിംഗാം പറയുന്നൊരവസ്ഥയും അന്നുണ്ടായി. പക്ഷേ സ്കലോനി ഒരിക്കലും അങ്ങനെ താരങ്ങളെ ഇങ്ങനെ സിംഗിൾ ഔട്ട് എടുത്തിട്ട് അയാൾ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാറില്ല. എന്ന് മാത്രമല്ല പത്രക്കാരോട് അദ്ദേഹം ചിലപ്പോൾ തിരിച്ചങ്ങോട്ട് പടവെട്ടാറുണ്ട് താരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഈ സ്പാനിഷ് മാധ്യമം മാർക്ക വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കലോനി ആണ് കോച്ചെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മെസ്സിയാണ്, മെസ്സിയോട് ചോദിക്കാതെ സ്കലോനി ഒന്നും എടുക്കില്ല എന്നുള്ള പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ പറയുന്നത് ശരിക്കും മെസ്സിക്കൊരു അപമാനമാണ്, കോച്ചിനെ നിയന്ത്രിക്കുന്ന കളിക്കാരൻ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു അർജന്റീനയുടെ കളിക്ക് മുമ്പ് ആ മാർക്കയുടെ ജേർണലിസ്റ്റിനെ കണ്ടപ്പോൾ സ്കലോനി അങ്ങ് പറയുകയാണ്, നിങ്ങൾ മാപ്പ് പറയണം. ആരാണോ അത് എഴുതിയത് അയാൾ മാപ്പ് പറയണം, എന്നെയും മെസ്സിയെയും അപമാനിക്കുകയാണ് ചെയ്ത്, മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ കാര്യത്തിന് പറഞ്ഞപ്പോൾ ടീമിൻ്റെ ഇപ്പോൾ ലയണൽ മെസ്സി നമ്മൾ കളിച്ചിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ടീം എന്ന് പറയുന്നത് ഒരു കലാപം ഉണ്ടാവണില്ല. അപ്പോൾ ഈവൺ മെസ്സി പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടാലോ ഒരു പ്രശ്നമില്ല, അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. അതായത് എന്താണ്, ആക്ച്വലി നമ്മൾ കൺവിൻസ്ഡ് ആണ്, അവർക്ക് അറിയാം ഇതാണ് കാരണം, ഇതാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലേയേഴ്സിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതേ മറിച്ച് അവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്ലെയർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ക്രിസ്ത്യാനോ കെഞ്ചെങ്കിൽ എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും എന്ന് പറയും, നമ്മൾ ഫേസ് എക്സ്പ്രഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിരാശ ടീമിലൊരു അത് പെർഫോം ചെയ്യാതെയാണ് ഒരു പ്ലെയർ എന്ത് ചെയ്യുന്നില്ല, തീരെ ഒരു പെർഫോമൻസ് ഇല്ലാതെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ളത് മാത്രമാണ്. എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് റോബർട്ടോ മാർട്ടിനസും സ്കലോനിയൊക്കെ ഏകദേശം ഒരേപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. കണ്ടിട്ട് നമുക്ക് അത്ര റിജിഡ് ആയിട്ടുള്ള ആളുകളല്ല. പക്ഷെ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് സ്കലോനിയുടെ അപ്രോച്ചാണ്. ആ ടീമിന് വേണ്ട ടൈമിൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അതേപോലെ വേണ്ട കാര്യങ്ങൾ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ മറ്റുപോലെ പ്ലേയേഴ്സിൻ്റെ അമിത പ്രാധാന്യം കൊടുക്കാതെ ടീമിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ കൂടി ചെയ്തു എന്നുള്ളതാണ്.
അപ്പോൾ അവിടെ നമ്മൾ പരാജയം റോബർട്ടോ മാർട്ടിനസിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ആ തരത്തിലാണ്. ഒരു റിസ്കി കോൾ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വിവാദം അയക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ റോബർട്ടോ മാർട്ടിനസിന് ഇച്ചിരി പേടിയാണ് എന്നതാണ് തോന്നിയത്. സ്കലോനി അങ്ങനെയല്ല, വേണമെങ്കിൽ മെസ്സിയെ പുറത്തിരുത്തും. അത് മെസ്സി അങ്ങനെ പുറത്തിരുത്തേണ്ട അവസ്ഥ മെസ്സി ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ്. മെസ്സി നന്നായിട്ട് കളിക്കാറുണ്ട്. എന്നാൽ ഫിസിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോർദാനെതിരെ മെസ്സിയെ വേണമെങ്കിൽ നേരത്തെ ഇറക്കിയിട്ട് ഒരു ഹാട്രിക് കൂടിയൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുമ്പത്തെ കളിയിൽ ബ്രേസും അതിൻ്റെ മുമ്പത്തെ കളിയിൽ ഹാട്രിക് അടിച്ച് നിൽക്കുന്ന കളിക്കാരനെയാണ് അരമണിക്കൂർ പുറത്തിരുത്തി 30 മിനിറ്റ് മാത്രം കളിപ്പിക്കുന്നത്. മെസ്സിയും അതിന് തയ്യാറാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിലൊരു കാര്യം. തീർച്ചയായിട്ടും ഇത് ഒരു വല്ലാത്ത മാനേജ്മെൻറ്റ് കപ്പാസിറ്റി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഇനി മറുഭാഗത്തേക്ക് വന്നാൽ ഇപ്പോൾ സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ദിലാഫിയുണ്ട് സ്കലോനിയും മാസ്റ്റർ അപ്രൻറ്റീസ് നില ആളുകൾ പറയാറുണ്ട്. അവർ തമ്മിലുള്ള കണക്ഷനും ബന്ധമൊക്കെ വെച്ചിട്ട് അവരങ്ങനെ അടുപ്പമുള്ളവരാണ്. ദിലാഫിയുടെ സ്പെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ്. അതിനു മുമ്പ് ഇപ്പം ലൂയിസ് എൻട്രിക്ക് ആയിരുന്ന ഒരു കോച്ച് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഒരു പോസിറ്റീവ് റിസൾട്ടുകൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മോശം റിസൾട്ട് എന്നല്ല, ഗോൾ അടിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ടീമിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡിലാഫിയുണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ മാറ്റം യൂറോ കപ്പ് വിജയിക്കുന്നു, അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫേവറേറ്റുകളായിട്ട് എത്തുന്നു എന്ന് പറയുന്നു. അതാണ് നമ്മളിപ്പോൾ ലാഫിയൻഡോ വരുന്നതിന് മുമ്പ് സ്പെയിൻ എന്ന് പറയുന്നത് 2008 യൂറോ, 2010 വേൾഡ് കപ്പ്, 2012 യൂറോ. ഈ 2012 യൂറോയ്ക്ക് ശേഷം സ്പെയിനിന് കാര്യമായിട്ടുള്ള മേജർ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടായിരുന്ന മേജർ ടൂർണമെൻറ്റുകളിലൊക്കെ എക്സെപ്റ്റ് യൂറോ 2020 സെമി ഫൈനലിലുള്ള ഒരു അപ്പിയറൻസ് എത്തിക്കഴിഞ്ഞു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഐദർ ഗ്രൂപ്പ് സ്റ്റേജോ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 16 ഇതിൽ നിന്ന് പുറത്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് അതിനുശേഷം നമ്മൾ ലെഫൻഡോ ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ കണ്ടു ഇപ്പോൾ 2022 റൗണ്ട് ഓഫ് 16 എലിമിനേഷന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവർ മൊറോക്കോനായിട്ട് തോൽക്കുന്നത് റൗണ്ട് ഓഫ് 16. അപ്പോൾ അതിനുശേഷം നമ്മൾ നേടിയിട്ടുള്ള 2023 UEFA നേഷൻ നേടിയ 2024 പിന്നെന്താ പറയുക നമ്മുടെ യൂറോ കപ്പ് 2024, 2025 UEFA നേഷൻ അഗൈൻ റണ്ണേഴ്സ് അപ്പായി. അത് പെനാൽറ്റിയിൽ മാത്രമാണ്, ഷൂട്ട് ഔട്ടിലാണ് പോർച്ചുഗലിനോട് തോൽക്കുന്നത്. നൗ 2026 അതേപോലെ വേൾഡ് കപ്പ് ഒരു ഫൈനലിൽ എത്തിയിരുന്നു. നമ്മളിപ്പോൾ യൂറോപ്പിലെ തന്നെ മോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് പറയാം. കാരണം വെച്ചെങ്കിൽ അവർ ആ രീതിയിലേക്ക് ശരിക്കും ആക്ച്വലി എന്ന് പറയുന്നത് അതിനെ മാറ്റിയിട്ടുള്ളത് ടെക്നിക്കൽ ക്വാളിറ്റിയിൽ സ്പെയിൻ ഒരിക്കലും എപ്പോഴും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു രീതിയിൽ ഇപ്പോൾ സ്പെയിനിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ എന്താ പറയുക, പൊസഷൻ എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്യുമ്പോഴും ഗോൾ അടിക്കുന്നതിൽ സ്ട്രഗിളിങ് ആയിരുന്നു, ആ സ്ട്രഗിൾ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ രീതിയിൽ നമ്മൾക്കിപ്പോൾ ടീമുകൾക്ക് അറിയാം ഇങ്ങനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്ക് വരെ പലപ്പോഴും ഈ ഒരു ഗോൾ അടിക്കാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ഷൂട്ട് ഔട്ടിലേക്കോ ഒക്കെ വന്നിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഗോളിൻ്റെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വന്നിട്ട് കൗണ്ടറിലൂടെയൊക്കെ വന്നിട്ടൊക്കെ ടീമുകൾ തോൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടീമിനെ ഈ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഒന്നുകൂടി നമ്മളിപ്പോൾ അവർ ബേസിക് ആയിട്ടുള്ള ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഒരു ടാക്റ്റിക് എന്ന് പറയുന്നത് 4-3-3 ഫോർമേഷൻ. ആ ഫോർമേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊസിഷൻ ബേസ്ഡ് ആ പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവർ ആക്ച്വലി ഒന്നുകൂടി ഡയറക്റ്റ് അറ്റാക്ക്, വെർട്ടിക്കൽ ആയിട്ടുള്ള അറ്റാക്കും സംഭവങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡൈനാമിസം അവരുടെ ഇതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. വളരെ മുമ്പ് എന്ന് പറയുന്നത് പൊസിഷൻ ബേസ്ഡ് ആണ്, ടിക്കി ടാക്ക് ഒന്നുകൂടി സ്ലോ ബിൽഡപ്പ് ആണ്. ബിൽഡപ്പ് മെല്ലെ വന്ന് വളരെ ബെഷിന് കാത്തിരുന്ന് അവിടെ എററിന് കാത്തിരുന്ന് മെല്ലെ കയറിയിട്ട് അങ്ങനെ ഗോൾ അടിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒന്നുകൂടി ഡയറക്റ്റ് അറ്റാക്കിലേക്ക് സ്പെയിന് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ പ്ലേയേഴ്സിനെ നമുക്ക് കണ്ടു, പുതിയ ഓൾഡ് ആയിട്ടുള്ള ചില സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ്, റോഡ്രി, ഓൾമ പോലുള്ള പോലെ തന്നെ പ്ലേയേഴ്സിനൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ താരങ്ങളെ ഒഴിവാക്കി. ഇപ്പൊ യമാലിനെ പോലെയുള്ള പ്ലേയേഴ്സ്, ഇപ്പൊ ഇങ്ങനെയുള്ള പെഡ്രി പോലുള്ള പുതിയ പ്ലേയേഴ്സൊക്കെ വന്ന് അപ്പോൾ അതിലുള്ള ആ ഒരു പ്രസരിപ്പും കൂടി ടീമിലേക്ക് കൊണ്ടുവന്ന് സന്നിവേശിപ്പിച്ചിട്ട് ഇപ്പം ആ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ടീമായിട്ട് ഇപ്പോൾ ഒരു വളരെ മോസ്റ്റ് ഒരു കൺസെപ്റ്റ് ഇപ്പം നമ്മൾ ഒരു അൺബീറ്റൺ ആയി ഏകദേശം 37 മാച്ചസ് എന്ന് പറയുന്നത് അൺബീറ്റൺ ആയിട്ട് നിൽക്കുന്ന ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പം സ്കലോനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി അതോറിറ്റേറ്റീവ് ആണ് ഡിലാഫിയുണ്ട് എന്നൊരു തോന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് അങ്ങ് നടത്തും. സ്കലോനി ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ യമാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ ഈ വേൾഡ് കപ്പിന് മുമ്പൊക്കെയുള്ള ചില കോളപ്പുകളിൽ യമാലിൻ്റെ പരിക്ക് ബാഴ്സലോണ താരത്തെ ടീമിലെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ആദ്യം സ്പെയിൻ്റെ ടീമിൽ ലിസ്റ്റിൽ യമാൽ വരുന്നു, പിന്നെ യമാലിനെ മാറ്റുന്നു. അങ്ങനെ അതുപോലെ ബാഴ്സ കോച്ചും ബാഴ്സ കോച്ച് അൻസി ഫ്ലിക്കും ഡിലാഫിയുടെയും കൂടി കോൺഫ്ലിക്റ്റ് ആവുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു.
അപ്പോഴും സ്പാനിഷ് ടീമിൻ്റെ കോച്ച് ഞാൻ തീരുമാനിക്കും ഇവിടെ ആരെ കളിപ്പിക്കണം എന്നുള്ളത്. ബാഴ്സയെ പോലുള്ളൊരു ക്ലബിനോട് പോലും അങ്ങനെ പറയാൻ പറ്റുന്നു. വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കർവാഹലിനെ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല റയലിന് ആരെയും എടുക്കുന്നില്ല. അപ്പോൾ കുക്കറയ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റയലിലേക്ക് സൈൻ ചെയ്ത റയലിന് ആരെയും എടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുന്നൊരു കോച്ച്. സോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർ എന്നുള്ള രൂപത്തിലാണല്ലേ അവിടെ പോകുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് മാറ്റർ ഓഫ് നമ്മൾ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം. അപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ സ്കലോണി, റോബർട്ടോ മാർട്ടിനസ് ഏകദേശം നമ്മൾ സെയിം ഏകദേശം ഒരു ക്യാരക്ടർ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഏകദേശം ഒരേ രീതിയിലുള്ള ക്യാരക്ടറാണ്. പക്ഷേ നമ്മൾ അപ്രോച്ചിലുള്ള വ്യത്യാസമാണ് സ്കലോണിയെ റോബർട്ടോ മാർട്ടിനസിൻ്റെ വ്യത്യാസം. റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്നത് ആ ഒരു കൺവെൻഷൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡെലാഫിയോൻ്റെ കേസിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, കണ്ടാൽ തന്നെ നമുക്കൊരു മേജർ അങ്ങനെയുള്ള ഒരാളെ പോലത്തെ ഒരു ചാൻസലർ പോലെ അല്ലേ. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നുകൂടി കൺവിക്ഷനോട് കൂടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്ന് ഡിറ്റർമൈൻഡ് കാര്യങ്ങളിൽ അങ്ങനെ പോകുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും മൂപ്പേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ ഡിസിഷനുകളിലൊക്കെ ഒന്നുകൂടി എന്തുണ്ടാവും, ഒരു കാഠിന്യം എന്ന് പറയുന്നത് സ്വാഭാവികം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ കുറെ പയ്യന്മാരാണ് ടീമിൽ 18, 19, 20 ഒക്കെ ഉള്ള പയ്യന്മാരാണ്. അപ്പോൾ അവർക്കൊരു ഹെഡ് മാസ്റ്റർ എന്നൊരു കൂടിയാണ് ഡിലാഫിയുടെ ഉള്ളത്. ഏതായാലും 2 കോച്ചുമാർ 2 വ്യത്യസ്ത രീതിയിലുള്ളവർ. ഇപ്പം അതിൽ ഒരാൾ ഇന്നലെ ജോൻ ലാപ്പോട്ട ബാഴ്സയുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് കടമെടുത്ത് ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മുടെ 2 ലാമാസിയ പ്രൊഡക്ട്സ്, മെസ്സി മറുഭാഗത്ത് യമാൽ. അപ്പം നമ്മുടെ ലയണൽ സ്കലോനിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത് നമ്മുടെ ലാപ്പോട്ടയുടെ വാക്കുകൾ ഉപയോഗിച്ചാൽ ഫുട്ബോളിൻ്റെ പാസ്റ്റും പ്രസൻറ്റുമായിട്ടുള്ള ഒരു താരത്തെയാണ്. മറുഭാഗത്ത് ഫുട്ബോളിൻ്റെ പ്രസൻറ്റും ഫ്യൂച്ചറുമായിട്ടുള്ള ഒരാളെയാണ് ഡിലാഫിയുടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ 2 ജെമ്മുകളെ അവരെങ്ങനെയായിരിക്കും ഫൈനലിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരാൾ കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ടീമിൽ കുറച്ചധികം കൂടി സ്വാധീനം സ്കലോനി അനുവദിക്കുന്നുണ്ട്. മറുഭാഗത്ത് അത്രത്തോളം യമാലിനൊരു സ്വാധീനം കാര്യങ്ങളിലൊന്നും ഡിലാഫിയുടെ അനുവദിക്കുന്നുണ്ടാവില്ല. ഇതെങ്ങനെയായിരിക്കും ഫൈനലിനെ ബാധിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ടീമിനെ അത് വാർത്തെടുത്തുള്ള മോൾഡ് ചെയ്തിട്ടുള്ള 2 രീതികളാണ്. ഇപ്പോൾ ഒന്ന് സ്പെയിനിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിന് അമിത പ്രാധാന്യം നൽകുന്ന രീതിയിലല്ല. അതേസമയം നമ്മൾക്ക് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ യമാലിനാണെങ്കിൽ യമാലിൻ്റെ പൊസിഷനിൽ ആ പൊസിഷനിലൂടെ എന്ന് പറയുന്ന ആ ഫ്രീഡം ത്തോടുകൂടി കളിച്ചിട്ട് ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂപ്പരുടെ ഇൻഡിവിജ്വൽ മൊമെൻറ്റ്സ് കാണിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ കളിക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ അതേ സമയം എന്ന് പറയുന്നത് മറ്റുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് നമ്മളിപ്പോൾ സ്പെയിൻ എപ്പോഴും കാണുമ്പോൾ യമാൽ എന്ന് പറയുന്ന എപ്പോഴും നമ്മളൊരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള വളരെ യങ് ജീനിയസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്പെയിൻ എന്ന് പറയുമ്പോൾ യമാലാണ് നമുക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ സ്പെയിനിൻ്റെ ആ ഒരു ടീമിൻ്റെ ഘടന അവരുടെ കളി രീതിയാണ്. അതായത് അവരുടെ ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ടെക്നിക്കാലിറ്റിയാണ്, സുപ്പീരിയർ ടെക്നിക്കൽ ബ്രില്യൻസ് ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഗോളിയിൽ ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് ഓരോരുത്തർ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പോൾ നൈസിമോനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ കീപ്പർ എന്നുള്ള രീതിയിൽ ഈ ടൂർണമെൻറ്റിലൂടെ കളി. അപ്പോൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനെ ബാക്ക് അവിടുന്ന് നിങ്ങൾ ഡിഫൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുക്കറയും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇവരൊക്കെ ലാപ്പോയും ഒക്കെ കുബാസി ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിഫൻസിലേക്ക് റോഡ്രി, പിന്നെ നമ്മുടെ ഓരോ ചെയ്യുന്ന ഫാബിയൻ ചെയ്യുന്നത് അല്ലേ, ഫാബിയൻ റോയ്സ് ചെയ്യുന്നത്, ഓരോരുത്തരും നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴും നമ്മളൊരു ടീം എന്നുള്ള രീതിയിൽ എല്ലാവരുടേതായിട്ടുള്ള ഒരു ടോട്ടൽ കോൺട്രിബ്യൂഷനാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ യമാലിനെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മൂപ്പരുടേതായിട്ടുള്ള ഒരു റോളുകളിൽ ആ റോള് ചെയ്യാനുള്ള തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഒരു അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പോവുക എന്നുള്ള രീതിയിലേക്ക് എന്തായാലും വരില്ല എന്നുള്ളതാണ്. മറുഭാഗത്ത് അർജന്റീന എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരുന്നാലും നമുക്കറിയാം, ഇപ്പോൾ ഒരു ശരാശരി കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച മിക്കവാറും പേരെ നീളത്തിലുള്ള ടീമാണ്. ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴുള്ള വിന്നിങ് മെൻറ്റാലിറ്റിയാണ്, ആ ടീം സ്പിരിറ്റാണ്, അതുപോലെ റെസിലിയൻസ്, ആ തിരിച്ചു വരാനുള്ള കഴിവാണ്. അപ്പോൾ അതിൽ ആശ്രയിച്ചിട്ട് മെസ്സി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറിനെ, വലിയൊരു എന്താ പറയുക, ആ ഒരു ജീനിയസിനെ പ്രധാനമായിട്ട് ചുറ്റിപ്പറ്റി തന്നെയാണ് അർജന്റീന നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. മെസ്സിക്ക് ചുറ്റും കളി വിരിയുന്നു, മെസ്സിയെ ചുറ്റിപ്പറ്റി തന്നെ അവിടെ വിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം സ്വാഭാവികമായിട്ട് അതിലുണ്ടാകും, നമ്മൾ പ്രതിഫലിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ എന്നുള്ളതല്ല, മെസ്സിക്ക് എവിടെ കിട്ടുന്നു അല്ലെങ്കിൽ മെസ്സി എപ്പോൾ ചിന്തിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനപ്പുറം ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മെസ്സിയെ മാക്സിമം യൂട്ടിലൈസ് എന്നുള്ളത് വേറൊരു നിവൃത്തിയില്ല. അതാണ് അവിടുത്തെ കാര്യം. അതിപ്പോൾ ഈ വേൾഡ് കപ്പിൽ ജോർദാനെതിരെ മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയ കളിയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കോച്ചിനോട് സ്കലോനിയോട് ചോദിക്കുന്നുണ്ട്,
മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വിടുമ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കണം, എങ്ങനെ കളിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നോ ഇറക്കുമ്പോൾ? അതിൽ സ്കലോനിയുടെ മറുപടി ഉണ്ട്, മെസ്സിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഞാൻ മെസ്സിയെ പഠിപ്പിക്കുക. അതാണ് എന്ത്. അപ്പം അല്ല, നിങ്ങൾ ഇറക്കുമ്പോൾ ഇതൊക്കെയാണ് പൊസിഷൻ എന്നൊക്കെ സാധാരണ കോച്ചുമാർ പറയില്ലേ. ഇടോ, എന്നെക്കാൾ നന്നായിട്ട് അവിടെ ബെഞ്ചിലിരുന്ന് മെസ്സി കളി കാണുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നാണ് കോച്ചിൻ്റെ മറുപടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെസ്സിയെ അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് അങ്ങ് വിട്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് മാക്സിമം ഒരു റിട്ടേൺ ഉണ്ടാക്കുകയാണ് സ്കലോനി ചെയ്യുന്നത്, അല്ലെ? അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജന്റീന ഇപ്പൊ നിലവിൽ നോക്കൗട്ടിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗ്രൂപ്പ് സ്റ്റേജിൽ ചെയ്തതും ഒക്കെ അങ്ങനെ തന്നെയാണ്. മെസ്സി നോസ് വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ മുമ്പുണ്ടായിരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മെസ്സിയിലേക്ക് ആ ഒരു കോൺഷ്യസ്നെസ് വന്നതിന് ശേഷം ഇത് ഞാൻ വിചാരിക്കുന്നതാണ്. ഇപ്പോൾ 2010 ശേഷം 18 ശേഷമാണ് മെസ്സിയിലേക്ക് ആ ഒരു കോൺഷ്യസ്നെസ് വന്നിട്ടുള്ളത്. മുമ്പ് ടീമിലുണ്ടായിരുന്നു, പക്ഷേ ടീമിൻ്റെ ഭാഗമായിട്ട് നിന്നുണ്ടായിരുന്നു, പക്ഷേ കോച്ച് പറയുന്നത് പോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം അതിന് ശേഷം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് മെസ്സിക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ടീമിന് വേണ്ടിയിട്ട് കപ്പ് നേടിക്കൊടുക്കണം, അത് എങ്ങനെ ചെയ്യണം, ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, അന്താരാഷ്ട്ര ഫുട്ബോളിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതൊക്കെ വ്യക്തമായിട്ടുള്ള മനസ്സിലേക്ക് വന്നിട്ട് അതിനനുസരിച്ച് അത് ഇങ്ങനെ ചെയ്തു കൊടുക്കാം, താൻ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. മറ്റേ നമ്മൾ ഒരു കോച്ച് എങ്ങനെയാണോ അല്ലെങ്കിൽ എന്താ പറയുക മാനേജർ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഇത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ മുമ്പേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഞാൻ ഒന്നുകൂടി, അപ്പം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കാണുന്നത് മെസ്സി അങ്ങോട്ട് ഇറങ്ങുകയാണ്, ഒരുമ്പെടാണ്. അപ്പൊ അവിടെ നമ്മൾ അത് മെസ്സിയുടെ എന്താ പറയാ, അവിടെ മെസ്സിയാണ് ആക്ച്വലി എന്ന് പറയുന്നത്. അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യമൊന്നല്ല എന്നുള്ളതാണ്, അതാണ് വ്യത്യാസം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം സ്കലോനി അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവരുമുള്ളൊരു റാപ്പയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മെസ്സി ഒരർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, സൈഡ് ലൈനിന് പുറത്ത്, ടച്ച് ലൈനിന് പുറത്ത് ഒരു കോച്ച് സ്കലോനി, ടച്ച് ലൈനിന് ഉള്ളിൽ ഒരു കോച്ച് മെസ്സി. അപ്പോൾ 2 കോച്ചുമാരുടെ കീഴിലാണ് അർജന്റീന കളിക്കുന്നതെന്ന് പറയുന്നത്. എത്രയോ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് മെസ്സിയെ പോലുള്ളത്. ഇപ്പോൾ 39 വയസ്സിൽ ഇതേപോലെ തന്നെ ഒരു പ്രൈമിൽ ഒരു പ്ലെയർ എന്ന് നമുക്ക് എന്തൊക്കെ ഇമാജിൻ ചെയ്യാൻ അവിശ്വസനീയാണ്. അപ്പോൾ അതാണ് എന്താ പറയുക, ഇപ്പോൾ ഒരു കോച്ച്, ഇപ്പോൾ ഈ ഒരു സ്കലോനി ആണെന്നുണ്ടെങ്കിൽ തന്നെ കോച്ചിങ് കരിയറിലേക്ക് പ്രവേശിച്ചത് 30s തോന്നുന്നു, അല്ലേ? 30s. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് മറ്റേ ഇതൊക്കെ ആയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെ? സെവില്ലയില് സാമ്പിളിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുമിച്ച് പിന്നെ അങ്ങനെ ഇതിലേക്ക് വരുന്നതൊക്കെ. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന, ഇപ്പൊ ഏകദേശം എന്ന് പറയുന്നത് ഇതിലൊക്കെ കോച്ചിങ് ടീമിലേക്ക് വരുന്നതാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു എൻസൈക്ലോപീഡിയ ആയിട്ടുണ്ടാവും തീർച്ചയായിട്ടും സംബന്ധിച്ചിടത്തോളം, അല്ലെ? അപ്പൊ ഇനി ഒരു ഇതൊക്കെ വിരമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വലി എന്ന് പറയാം, നമ്മളൊരു ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടന്റ്, അല്ലെ? ആ ഒരു അപ്പൊ അതാണ് മെസ്സി എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് ഇതിലെ കാര്യം. നിങ്ങൾ ഏത് താരത്തിന്റെ ആരാധകനാവട്ടെ, മെസ്സിയുടെ ഈ കളി കണ്ട് വാവ് അല്ലെങ്കിൽ അത് കണ്ട് കൈയടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കളി മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ മെസ്സിയുടെ ഒരു പോക്ക്. ഏതായാലും 2 കോച്ചുമാർ 2 തരത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് ഞായറാഴ്ച ടീമിന് ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം.